ഇനിയും ഫർദർ താഴെ പോകുമോ, എന്തുകൊണ്ടാണ് വീണത്, ഇൻവെസ്റ്റേഴ്സ് ഇനി എന്ത് ചെയ്യണം, ഇനി ഫണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമോ, ഉറപ്പാണ്. നമുക്കിതൊക്കെ എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. സൊമാറ്റോ, ഇപ്പോൾ ലേറ്റസ്റ്റ് മൊബിവിക്കി പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ അടുത്ത ഒരു ബൂം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് Q3 റിസൾട്ടുകൾ മോശമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാൻജ റാലി, ഡിസംബറിൽ സാൻജ റാലിയൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇന്ന് 19 വ്യാഴാഴ്ച സാൻഡ കറക്ഷൻ വന്നിരിക്കുകയാണ്. സാൻജ പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. മാർക്കറ്റ് ഹ്യൂജ് ഗ്യാപ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ലാർജ് ക്യാപ് ഫണ്ടുകളൊക്കെ വളരെ രീതിയിലുള്ള സെല്ലിംഗ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എല്ലാ ദിവസവും വലിയ കറക്ഷൻ തന്നെയാണ് മാർക്കറ്റ്. 1% മുകളിലുള്ള വലിയ കറക്ഷൻസ് മാർക്കറ്റ് നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതും റിലയൻസ് പോലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. അതെ, ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ ഫാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? മാർക്കറ്റ് ഫർദർ വീഴുമോ? അതെ, ഇനിയും ഫർദർ താഴെ പോകുമോ, എന്തുകൊണ്ടാണ് വീണത്, ഇൻവെസ്റ്റേഴ്സ് ഇനി എന്ത് ചെയ്യണം, ഇനി ഫണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമോ, ഉറപ്പാണ്. നമുക്കിതൊക്കെ എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. ശരിക്കും ഈ ക്രാഷിൽ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒന്ന് ഫെഡ് റിസർവിൻ്റെ ഡാറ്റ വന്നു എന്നുള്ളതാണ്. ഒന്ന് ഫെഡ് റിസർവിൻ്റെ ഡാറ്റയിൽ റേറ്റ് കട്ട് ഉണ്ടാകുന്ന എല്ലാ ആൾക്കാർക്കും അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന 25 ബേസിസ് പോയിൻ്റ് അവർ കുറച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ്. ബട്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പവൽ ഇക്ക പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മാർക്കറ്റ് കറക്ഷന് ഉള്ളൊരു റീസൺ. ഓൾറെഡി ഇനിയുള്ള എല്ലാ ക്വാർട്ടറിലും അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഈ വർഷത്തിൽ റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പവൽ പറഞ്ഞത് നേരെ തിരിച്ചാണ്. എന്ത്, ഇനിയും നമുക്ക് വേണ്ടത് റേറ്റ് കട്ടല്ല വേണ്ടത്, ഒരു എന്താ പറയുക, ഒരു മുൻകരുതലാണ് വേണ്ടതെന്നാണ് പവൽ പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി ഇനി ഈ വർഷം ചിലപ്പോൾ വലിയ കാര്യമായിട്ടുള്ള റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയും ഇത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട്, ഗ്ലോബൽ മാർക്കറ്റ്സിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് മാത്രമല്ല, ജപ്പാൻ ഫെഡ് റിസർവിൻ്റെ അല്ലെങ്കിൽ അവരുടെ റിസർവ് ബാങ്കിൻ്റെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം. ഇതുകൂടാതെ ജപ്പാൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഡാറ്റയും മാർക്കറ്റിന് അത്രയും പോസിറ്റീവായിരുന്നില്ല. ജപ്പാനെ ഇപ്പോൾ എല്ലാവരും വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു റിസർവ് ബാങ്ക് കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ വേൾഡ് മാർക്കറ്റ് കറക്ഷനിൽ ജപ്പാന് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ വലിയൊരു കറക്ഷൻ്റെ മറ്റൊരു റീസൺ റുപ്പീസിൻ്റെ വാല്യൂ 85 എത്തി. ഡോളർ റുപ്പി കൺവേർഷൻ റേറ്റ് 85 എന്നാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 84 കഴിഞ്ഞ് 83 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം, ഇത് 90 എത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 85 ഇങ്ങനെ വരുമ്പോൾ അത് പ്രശ്നം എന്ന് പറയും, FISന് ഇപ്പോൾ വിഡ്രോവൽ അടിച്ചാൽ കൂടുതൽ കാശ് കിട്ടും. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൂടുതൽ കാശ് കൊണ്ടുവന്നാലേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ റുപ്പീസിൻ്റെ പൈസ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അവരൊന്ന് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫാർമ ആൻഡ് IT സെക്ടേഴ്സ് ഇപ്പോഴും പോസിറ്റീവാണ്. വലിയ കറക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ സ്ട്രോങ്. യെസ്, തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പിൽ ഒരു ഷോർട്ട് ടൈം മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇതാണ് പറ്റിയ അവസരം. അതും എനിക്ക് തോന്നുന്നു ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പെർഫോം ചെയ്ത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിലേക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് ബാങ്ക് ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ബാങ്കുകൾ മുകളിൽ പോയ ബാങ്കുകൾ ഇപ്പോൾ പെട്ടെന്നൊരു 5% കറക്ഷനാണ്. ഇറ്റ് മീൻസ് ഓപ്പർച്യൂണിറ്റി വന്നു എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുക, ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ക്വാർട്ടറിൽ നല്ല റിസൾട്ട് സൊമാറ്റോ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നമുക്ക് വേണമെങ്കിൽ ബെറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. എനിക്ക് തോന്നുന്നു അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്ക് സഗിലാണ്. ZAGGL എന്ന് പറഞ്ഞ കമ്പനി, അവർ കോർപ്പറേറ്റ് ലെവൽ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സുകളൊക്കെ കൂടുതൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. എനിക്ക് അവരുടെ ബിസിനസ് മോഡൽ വളരെയായിട്ട് ഇഷ്ടമായി. ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ വളരെ സ്ട്രോങ് ആണ്. ഞാൻ ലോങ് ടൈം ബെറ്റ് ചെയ്യുന്ന SIP മോഡലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു കമ്പനിയാണ് സഖിൽ. അതിനെ നമുക്ക് പരിഗണിക്കാം. ലാർജ് ക്യാപ്പുകളിൽ ബാങ്കിങ് സെക്ടറുകളെ ധൈര്യമായിട്ട് ഈ സമയത്ത് നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. പേടിക്കാതിരിക്കുക, ഇറ്റ് ഈസ് നോർമൽ എന്ന് മനസ്സിലാക്കുക.
എനിക്ക് തോന്നുന്നു സാന്റാ റാലിക്ക് മുമ്പുള്ള ഒരു കളക്ഷൻ ആയിരിക്കും. ഒരു 25th ഒക്കെ കഴിയുമ്പോൾ സാന്റാ റാലി എന്തായാലും നമുക്ക് കിട്ടും. സാന്റാ റാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കാണ്. എന്തായാലും കിട്ടുന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഒരു റാലിയാണ് സാന്റാ റാലിക്ക്. കഴിഞ്ഞ തവണ ഓൾ ടൈം ഹൈ അടിച്ച സമയത്ത് സാന്റാ റാലി ആയിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അത് ഓൾറെഡി FIAസിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ഒരു ചെറിയൊരു ഹൈപ്പ് ഉണ്ടാകുന്നതാണ് ആക്ച്വലി സാന്റാ റാലി. ഇപ്പം എനിക്ക് തോന്നുന്നു ജനുവരിയോടുകൂടി FIAs തിരിച്ചു വരികയാണെങ്കിൽ ഈ പറയുന്ന ബ്ലൂ ചിപ്സ് എല്ലാം തിരിച്ചു കയറും. നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഡ് ക്യാപ്പിൽ സ്മോൾ ആൻഡ് സ്മോൾ ക്യാപ്പിൽ ഈ കറക്ഷൻസ് വലിയതായിട്ട് ഇപ്പോൾ ഈ തവണ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്മോൾ ക്യാപ്പിൻ്റെയൊക്കെ റിക്കവറി ഒരു രക്ഷയില്ലാത്ത റിക്കവറിയാണ്. കാരണം സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും FIAസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു സെല്ലിംഗ് ഇല്ല. സെല്ല് ചെയ്യുന്ന മൊത്തം എവിടെയാണ്? ലാർജ് ക്യാപ്പിൽ ഫണ്ടുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള നല്ല കമ്പനികളെ, നല്ല റിസൾട്ട് തരുന്ന, നല്ല ഈ ഇപ്പോഴും അവിടെ 52 വീക്സ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന നല്ല നല്ല കമ്പനീസ് ചാർട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. സ്വിങ്ങിന് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിലൊക്കെ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന സ്വിങ് എൻട്രീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പരിഗണിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. 2024 വർഷം ഏകദേശം തീരാൻ പോവുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു ജനുവരി തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് എവിടെയായിരുന്നു? നിഫ്റ്റി ഇല്ല, ഈ 2024 ഓവറോൾ വലിയ കുഴപ്പമില്ലാത്തൊരു വർഷം തന്നെയാണ്. 26,000 എന്ന് പറഞ്ഞാൽ ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത വർഷമാണ്. അതുപോലെ ചെറിയൊരു കറക്ഷൻ അവിടെ നിന്നൊരു 10% കറക്ഷൻ മാർക്കറ്റ് തന്നു എന്നുള്ളതാണ്. അപ്പൊ 2025 ഈ ഒരു കറക്ഷൻ മാറി വീണ്ടും ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുണ്ട് 2026-27 മാർക്കറ്റ് 50,000 കടക്കും എന്നാണ് എൻ്റെ വ്യൂ. നിഫ്റ്റി വിത്തിൻ 2027 എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് ടൈം ചിലപ്പോൾ ഒരു 25 പകുതി വരെയോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറോ ഒക്കെ എന്തുണ്ടാകാം, ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകാം. അടുത്ത ക്വാർട്ടർ റിസൾട്ട് ആയിരിക്കും മാർക്കറ്റിനെ വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് Q3 റിസൾട്ടുകൾ മോശമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. Q3 ഗവൺമെൻറ് ക്യാപെക്സ് ഭയങ്കരമായിട്ട് കുറച്ചു. അതുകൊണ്ടാണ് നമ്മുടെ GDP ഗ്രോത്ത് കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഹൈ ആണ്, GDP റേറ്റ് കുറഞ്ഞു. എന്നാൽ Q3 കഴിഞ്ഞ് Q4 ഒക്കെ വരുമ്പോഴേക്കും ക്യാപെക്സ് മാക്സിമൈസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാപെക്സ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി GDP ഗ്രോത്ത് കൂടും, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് റേറ്റ് കട്ട് നടത്തി കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രം റേറ്റ് കട്ടാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതെങ്കിൽ അത് നമ്മുടെ എക്കണോമിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. 2025 ഒരു Q2 Q3 ഒക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈയിലോട്ട് എത്തും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ടൈം കൊടുക്കാം, മാർക്കറ്റ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യട്ടെ, FIs തിരിച്ച് വരട്ടെ. പവർഫുൾ ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഈ സമയത്ത് നമുക്ക് തെരഞ്ഞു പിടിച്ച് പിക്ക് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോസിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും HDFC ബാങ്ക് ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. PSU ബാങ്ക്സും നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ IDFC ഫസ്റ്റ് ബാങ്ക് കറക്റ്റ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് അവർ ഫെഡറൽ ബാങ്ക് നല്ലൊരു റേഞ്ചിൽ തന്നെയാണ്. ഫെഡറൽ ബാങ്ക് വലിയ കാര്യമായിട്ട് കറക്റ്റ് ചെയ്തില്ല. ഫെഡറൽ ബാങ്കും ഒരു പാറ്റേൺ ബ്രേക്കൗട്ടൊക്കെ തന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ കറക്ഷനിൽ പിക്ക് ചെയ്ത കരൂർ വൈശ്യൊക്കെ നല്ല വാല്യൂഷനിലാണ് നമ്മൾ പിക്ക് ചെയ്തത്. എനിക്ക് 18% ഒരു അപ്രായൽ കിട്ടി. ആ സ്റ്റോക്കുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻഡസിൻഡ്യ ബാങ്ക് പോലുള്ള കുറച്ചുകൂടി വോളറ്റൈൽ ബാങ്കുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കുകളിൽ ബെറ്റ് ചെയ്യാം. പിന്നെ സ്മോൾ ഫിനാൻസ് സെക്ടറുകളൊന്ന് തിരിച്ചു വരികയാണെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല കമ്പനികളും മികച്ച റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള, ഇപ്പോൾ IT ഒക്കെ ഓൾറെഡി ഗ്രോ ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള സൊമാറ്റോ, ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മൊബിവിക്കി പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ അടുത്ത ഒരു ബൂം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗി, മൊബിവിക്കി ഒക്കെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസാണ്. കാരണം ഇത്രയും വലിയൊരു പോപ്പുലേഷന് സർവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കിടെ പെനിട്രേഷൻ ബാക്കിയുണ്ട്. അവർക്ക് കൂടുതൽ ആളുകളിലോട്ട് എത്താൻ പറ്റും, അവർക്ക് കൂടുതൽ ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റും, അവർക്ക് കൂടുതൽ ഇൻകം സോഴ്സ് ഓണാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മൾട്ടി ബാഗർ സെക്ടറുകൾ അടുത്ത ഏറ്റവും കൂടുതൽ വരുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല IPOs അവരുടെ പലരും ഈ സമയത്ത് IPOs വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2024 സിംട്രീനി ചെയ്ത ആർക്കും തന്നെ നഷ്ടം ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിൽ ആളുകൾ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയാം, 2024 സെക്കൻഡ് അവസാന ക്വാർട്ടറിൽ വന്ന ആൾക്കാർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഓൾ ടൈം ഹൈയിലായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞു കേട്ടിട്ട്. പക്ഷെ എന്നാൽ 2023 തന്നെ തുടങ്ങി 2024 റാലി പിടിച്ച എല്ലാവരും പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നാണ് ഞാൻ. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത വർഷം ഇതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറ്റവും കൂടുതൽ മോളിൽ പോയ വർഷം ഇത് തന്നെയാണ്. അപ്പോൾ ഏത് സൈക്കിളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രംപാണ് 2025 തീരുമാനിക്കാനായിട്ട് പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രംപിൻ്റെ ട്രെൻഡായിരിക്കും 2025. ട്രംപ് ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്ത് അമേരിക്കനെ ഏറ്റവും ഹയസ്റ്റ് കൺട്രിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, അത് ചൈനയുടെ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ്ലി ഇന്ത്യക്കും കൂടി അനുകൂലമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാർമ കമ്പനികൾക്കും നമ്മുടെ മെറ്റൽ കമ്പനികൾക്കും നമ്മുടെ IT കമ്പനികൾക്കും അത് ഭയങ്കര വലിയ പോസിറ്റിവിറ്റി തരും എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോ വീണപ്പോഴും എൻ്റെ പോർട്ട്ഫോളിയോ വലിയ കാര്യമായിട്ട് റെഡ് കത്താത്തത് IT ഫാർമ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാരണം മാർക്കറ്റിൽ 1% വീഴുമ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ 0.3 വീണിട്ടുള്ളൂ. അത് IT ഫാർമ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതുകൊണ്ടായിരുന്നു. അതെ, ഈ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ബ്രേക്ക്ഔട്ട് തന്ന് നല്ല റാലിയും തന്ന് നല്ല കറക്ഷനും തന്ന് റീ എൻട്രിയും തന്നിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളത് അക്യുമുലേറ്റ് ചെയ്യുക. നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കറക്ഷൻസിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക, പേടിക്കാതിരിക്കുക, ആളുകൾ പറയുന്നത് കേൾക്കാതിരിക്കുക. നിങ്ങളെ മാത്രം വിശ്വസിക്കും. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഡിസിഷൻ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് വരേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളെ ഡിസിഷൻ മൊത്തം മാറ്റുമെങ്കിൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കറക്ഷൻസിന് ഉപയോഗിക്കാൻ റെഡിയാകുമ്പോഴേ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2025 ഇപ്പൊ പുതിയതായിട്ട് ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവർക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാം. കയ്യിലുള്ള കാശ് ഒന്നിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് തിരിച്ച് ഒരു പാർട്ട് നിങ്ങൾക്ക് ജനുവരിയിൽ തന്നെ ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ 2024 വന്നിരിക്കുന്ന ഒട്ടുമിക്ക IPOസും വളരെ നല്ല രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സിന് പൈസ തന്നിരിക്കുന്നത്. അല്ല, IPOസിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി സംസാരിച്ച കേസാണ്. IPO വളരെ മികച്ച റിട്ടേൺസ് ആണ് കഴിഞ്ഞൊരു വർഷം തന്നത്. SME IPO പ്രത്യേകിച്ച് SME IPOയിൽ റിട്ടേൺ കുറഞ്ഞു എന്നും സെബി പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നുമാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. എന്നാൽ IPO ചൂസ് ചെയ്യുമ്പോൾ 2025 മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ IPOs നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ IPOയ്ക്ക് അവർ വരാനുള്ള റീസണും അവരുടെ യഥാർത്ഥത്തിലുള്ള എയിമും മനസ്സിലാക്കി മാത്രം IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചുമ്മാ ഒരു ഓവർ വാല്യൂഡ് ആയിട്ടാണോ വരുന്നത്? ഇപ്പോൾ ഹുണ്ടായി ചെയ്ത പോലെ ഇവിടുന്ന് ഫണ്ട് എടുത്ത് കൊണ്ടുപോയി മദർ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഫ്രഷ് ഇഷ്യൂ ആണോ എന്നൊക്കെ മനസ്സിലാക്കി ശരിക്കും ആ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് IPOയ്ക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന IPO ആണ് നമ്മുടെ ടൊളിൻ ടയേഴ്സ്. ആ ചാർട്ടൊക്കെ നല്ല രീതിയിൽ അക്യുമുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു ബ്രേക്ക്ഔട്ടൊക്കെ ആ കമ്പനികളിലൊക്കെ വന്നേക്കാം. നമ്മൾ എടുത്തൊരു IPO ആണ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല, അതേ ദിവസം തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചു. ഇപ്പോൾ ഞാൻ ആ സ്റ്റോക്കൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു നല്ലൊരു ലോങ് പേഴ്സ്പെക്റ്റീവ് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബീറിഷ് മാർക്കറ്റ് IPOസിനെയാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ബീറിഷ് മാർക്കറ്റ് IPO വന്നതിന് ശേഷം IPO പ്രൈസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മികച്ച റാലികളാണ് പല സ്റ്റോക്കുകളും തന്നിട്ടുള്ളത്. അപ്പോൾ 200% എത്തി. ഇന്നും അത് മുകളിലേക്ക് പോകുന്നതാണ്. സോ ഞാൻ പിന്നെ ആഡ് ഓൺ ചെയ്തില്ല. IPO പൈസ തന്നെ വെച്ചു, പിന്നെ ആഡ് ഓൺ ചെയ്യാൻ നിന്നില്ല. കാരണം ഓൾറെഡി ഹൈ പ്രൈസിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട്. അപ്പൊ നല്ലൊരു പിക്ക് തന്നെയായിരുന്നു എനിക്ക് പ്രീമിയം എനർജി കിട്ടിയ IPO. കിട്ടിയത് അത് വലിയൊരു നിർഭാഗ്യം തന്നെയാണ്. IPO എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലൈക്ക് ആണ്. ഓക്കെ, 2020 ഇത് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും എനിക്ക് തോന്നുന്നു 2024 ലാസ്റ്റ് വീഡിയോ ആണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ കറക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഈ വർഷം മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സും 2025 എങ്ങനെ പേഴ്സ്പെക്റ്റീവിൽ കാണണം എന്നും 2025 എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ര ഉപയോഗിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടി നമുക്ക് ഈ വർഷം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം വളരെ അടിപൊളിയായിട്ട് നമുക്ക് എൻഡ് ചെയ്യാം.
ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റ് ശരിക്കും നമ്മൾ 51ാമത്തെ എപ്പിസോഡിലോട്ടൊക്കെ നമ്മൾ കിടക്കുകയാണ്. നമ്മൾ വലിയ വാല്യൂസാണ് നമ്മൾ കേരളത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. ഒത്തിരി ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി. എനിക്ക് തോന്നുന്നു മറ്റ് ചാനലുകൾ പോലും നമ്മളെ പോഡ്കാസ്റ്റിന് അനുകൂലിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് വരാനും റിയൽ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ഒരു ഇവൻറ്റിൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ റെഗുലർ വ്യൂവേഴ്സ് കുറേ ആളുകളൊക്കെ നമ്മോട് സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റിലാണ് സത്യം പോലെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ ഒന്നും തന്നെ മറച്ചു വയ്ക്കാതെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കും. നമ്മൾ വീണ്ടും അതേ നേച്ചർ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും 2025-ലും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പോഡ്കാസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. സോ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.